ഐഫറിൻ്റെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ അത് പോസിബിൾ ആയിരുന്നില്ല. ബിക്കോസ് ഇത്രയും ഷോർട്ട് ടൈമിൽ അവിടെ ആ സ്കൂളിൽ എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടുന്നുണ്ട്. എൻ്റെ ടീച്ചിങ്ങിനെ പറ്റിയിട്ടും എല്ലാം ഹൈ സാലറി ആയിരുന്നു. നമ്മളൊരു ഡ്രീം കണ്ടിരുന്നത് ഒരു ഗോളിലേക്ക് എത്താനായിട്ട് ഒരു കുറച്ചുകൂടെ പോയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്ക് തന്നെ എനിക്ക് ആപ്പിലേക്ക് കയറാൻ പറ്റി. ആപ്പ് കയറിയിട്ട് ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് അത് വളരെ ഫ്രണ്ട്ലി ആണ്. ഒരു കമ്പ്യൂട്ടർ നോളജ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ പേഴ്സണിനെ പോലും ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു മോട്ടിവേഷൻ സ്റ്റൈൽ അത് തന്നെ ആ 100% ബാറ്ററി ഫുള്ളായിട്ട് നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പല ഇഷ്യൂസും വരാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആ ഒരു എനർജി ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റിൽ കീപ്പ് ഓൺ ട്രാക്ക് ആക്കുന്നത് നമ്മുടെ മെന്റേഴ്സ് തന്നെയാണ്. ഹായ്, എൻ്റെ പേര് നിനിത എന്നാണ്. ഞാൻ ഐഫറിൽ 2025 ജൂണിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഈ ഐഫറിലേക്കുള്ള ജേർണി എന്ന് പറഞ്ഞാൽ അതൊരു ലാസ്റ്റ് ഇയർ ആയിരുന്നു ഞാൻ ഐഫറിലേക്ക് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്യുമ്പോഴേ എനിക്ക് എൻ്റെ പ്ലാൻ ജൂണിൽ 2025 നെറ്റ് ക്രാക്ക് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ എനിക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി ഐഫറിന് തന്നെയാണ്. എൻ്റെ പേരൻസും എൻ്റെ ഫാമിലി അങ്ങനെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് പേരോട് എൻ്റെ സപ്പോർട്ട് ഉണ്ട്. ബട്ട് വിത്തൗട്ട് ഐഫർ എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്ലാൻ ചെയ്ത ഈ ടൈമിനുള്ളിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഐഫറിൻ്റെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ അത് പോസിബിൾ ആയിരുന്നില്ല. ബിക്കോസ് ഇത്രയും ഷോർട്ട് ടൈമിൽ ബിക്കോസ് അത് കാരണം എന്താ വെച്ചാൽ ഞാൻ 10 years ago ഓൾമോസ്റ്റ് 9 years ago ആണ് ഞാൻ PG കംപ്ലീറ്റ് ചെയ്തത്. കമ്പ്യൂട്ടർ സയൻസിൽ MCA ആയിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് മാരീഡ് ആയി, പിന്നെ അബ്രോഡ് സെറ്റിൽഡ് ആയി. അതിനുശേഷം ഒരു മകനും ഉണ്ട്. സോ അബ്രോഡ് വർക്ക് ചെയ്യായിരുന്നു ഞാൻ 3 years ago. അവിടെ വർക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. ബിക്കോസ് നമ്മൾ അബ്രോഡ് പോയപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രോജക്ട് ബേസ് ആയിട്ട് ഞാൻ ഓരോ കൺട്രിയിലേക്ക് മാറി വരേണ്ടി വന്നു. ബിക്കോസ് ആദ്യം തായ്ലൻഡ് ആയിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് മാറുമ്പോൾ ഞങ്ങൾ വിയറ്റ്നാം, അങ്ങനെ മാറി വന്നു. പിന്നെ മകനൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മകൻ ഒരു 2 years ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ജോബിന് വേണം എന്നങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ അവിടെ ഞാൻ നിൽക്കുന്ന കൺട്രിയിൽ കമ്പ്യൂട്ടർ സയൻസിനായിരുന്നില്ല സ്കോപ്പ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത്. ബട്ട് അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ടീച്ചറായിട്ടുള്ള കോഴ്സസ് അവിടെ പോസിബിൾ ആയിരുന്നു. സോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അറിയണത് ബിക്കോസ് അവിടെ ഇന്ത്യൻ ടീച്ചേഴ്സിൻ്റെ നമ്മുടെ ആക്സെന്റ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് പ്രിപ്പയർ ചെയ്തു. അത് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേനും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാനൊക്കെ. സോ ഞാൻ മകന് 6 months ആയപ്പോഴാണ് ആക്ച്വലി ഞാൻ അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് തുടങ്ങിയത്. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഡ്രീം എന്നൊക്കെ ഉള്ളത് കണ്ടു തുടങ്ങി. ബിക്കോസ് മകൻ അവിടെ പഠിപ്പിക്കണം ഇന്റർനാഷണൽ സ്കൂൾസിൽ. അപ്പോൾ ഹസ്ബൻഡിന് ഒറ്റയ്ക്ക് അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ നീഡ് ടു ഹെൽപ്പ് ഹിം. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അപ്പോഴേക്ക് കൊറോണ വന്നു. ഫൈനലി ഐ അച്ചീവ്ഡ് ഇറ്റ്. ബിക്കോസ് അത് വളരെ ഹാർഡ് ആയിരുന്നു ആ ഒരു ജേർണി. ബിക്കോസ് മകന് 2 years ആയിരുന്നു, ഞാനും ഹസ്ബൻഡും മാത്രമായിരുന്നു. ദെൻ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു എൻ്റെ കരിയർ ഇനി ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഇന്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യാന്നുള്ളത്. ബട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഇല്ലല്ലോ ലൈഫിലെല്ലാം നടക്കുന്നത്. സോ ബട്ട് ഗോഡിന്റെ പ്ലാൻ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ മകന് 5 years ആകുമ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ റിസൈൻ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അത് എനിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. ബിക്കോസ് ഞാൻ എത്രയോ ഇയേഴ്സ് ഒരു നൈറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തിയത്. അവിടെ ആ സ്കൂളിൽ എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടുന്നുണ്ട്. എൻ്റെ ടീച്ചിങ്ങിനെ പറ്റിയിട്ടും എല്ലാം ഹൈ സാലറി ആയിരുന്നു. നമ്മളൊരു ഡ്രീം കണ്ടിരുന്നത് ഒരു ഗോളിലേക്ക് എത്താനായിട്ട് ഒരു കുറച്ചുകൂടെ പോയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. നാട്ടിൽ വരേണ്ടി വന്നു. നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വളരെ എന്താ പറയുക, അതൊരു ഫാമിലി ഇഷ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് പിന്നെ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ള പ്ലാൻ ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിൽ നോക്കുമ്പോഴേ ഞാൻ ഡിഗ്രി ബേസ്ഡ് ഒന്നും ഇംഗ്ലീഷ് അല്ല. സോ എനിക്ക് എവിടുന്നും എല്ലാവരും ചോദിക്കുന്നത് ഡിഗ്രി എന്താണ്, ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ വീണ്ടും കമ്പ്യൂട്ടർ സയൻസിൽ എങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതിൽ നോക്കി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ടീച്ചിങ് തന്നെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു ഫൈനലി. ബട്ട് അതിൽ പിന്നെ ഇത് ആദ്യമേ അല്ല എൻ്റെ ഒരു ഡ്രീം ആയിരുന്നില്ല ഒരു പ്രൊഫസർ ആവണം അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെന്ന്. ലൈഫിൽ ഓരോ ജേർണിയിൽ മാറി മാറി വന്നതനുസരിച്ച് ലൈഫിൽ ഫ്ലെക്സിബിൾ ആവണമല്ലോ, സർവൈവ് ചെയ്യണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിലും. സോ അപ്പോൾ എനിക്ക് തോന്നി ടീച്ചിങ് എനിക്ക് പറ്റുമായിരുന്നു. ഐ എം ഓക്കെ വിത്ത്. സോ അപ്പോൾ തോന്നി അതിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഐഫറിനെ പറ്റി അറിയുന്നത്. ഐഫറിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ലൊരു സാലറിയുള്ള ഒരു ജോബ് വന്നിട്ട് വിട്ടിട്ട് നാട്ടിൽ എത്തിയതായിരുന്നു. ഇത് ഫിനാൻഷ്യലി ഇപ്പോൾ നമുക്ക് ജോബൊന്നും ഞാൻ വേറെ ചെയ്യുന്നില്ല. അതിൻ്റെ കുറച്ചുണ്ട് ബുദ്ധിമുട്ട്. പിന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത് ആ ടൈമിലായിരുന്നു, വിയറ്റ്നാമിൽ നമ്മൾ നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോഴും നാട്ടിലേക്ക് വന്നു.
പിന്നെ വേറെയും കുറെ ഫാമിലിയിൽ ഇഷ്യൂസ് വന്നു. എല്ലാം കൂടി നമ്മളൊരു കംപ്ലീറ്റ് ലോസ്റ്റ് ആയി. നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് പോയി. നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അത് നെറ്റിൽ നോക്കുമ്പോഴാണെങ്കിൽ 10 യൂണിറ്റ്സേ കാണുമ്പോഴുള്ളൂ. ബട്ട് ഓരോ യൂണിറ്റ്സും ഓരോ പേപ്പർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? അതും ഒരു സച്ച് ഷോർട്ട് പീരീഡ് എങ്ങനെയാണ് എനിക്ക് പറ്റുന്നത്? അങ്ങനെ ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. ഐഫറിൽ വരുന്നേ മുന്നേ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തത് ആക്ച്വലി. അപ്പോഴവിടെ ജോയിൻ ചെയ്തിട്ട് 1 or 2 മന്ത്സിനുള്ളിലാണ് അവര് ആ സർവീസ് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു ഫേമസ് കമ്പനി തന്നെയായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ബട്ട് അവരുടെ എന്തോ കമ്പനി ഇഷ്യൂസ് കാരണം അവര് അത് കമ്പനി ക്ലോസ് ആയി. അപ്പൊ നമുക്ക് ആ ഒരു എമൗണ്ട് ഒന്നും നമുക്ക് തിരിച്ച് കിട്ടിയില്ല. ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഹ്യൂജ് എമൗണ്ട് അടിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ആ കോഴ്സിന് ചേരുന്നത്. 2-3 മന്ത്സ് കൊണ്ട് അത് തീർന്നപ്പോഴേക്കും അത് റീഫണ്ടും കിട്ടിയില്ല. ദെൻ അഗൈൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് വീണ്ടും അങ്ങനെ നമുക്ക് ബിക്കോസ് നമ്മൾ ഓരോന്നായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു ലൈഫ് ബെറ്റർ ആക്കാൻ. ബട്ട് ഒന്നും നടക്കുന്നില്ല. അതിനുള്ള എനിക്ക് ക്യാഷ് തന്നതും എന്റെ ഫാമിലി തന്നെയാണ്. എന്റെ പേരൻസ്, എന്റെ ബ്രദേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ വീണ്ടും പിന്നെയാണ് ഈ ഐഫറിനെ പറ്റിയിട്ട് അറിയണത്. സോ പിന്നെയും ഐഫറിലേക്ക് ജോയിൻ ചെയ്യാന്ന് പ്ലാൻ ചെയ്യണം. അപ്പൊ ഇതിലേക്കും ഒരു പേയ്മെന്റ് എടുക്കണം. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് ടെൻഷൻ ഉണ്ടായി. ബിക്കോസ് ആദ്യം ഒരു ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ. സോ ഇവിടെ വരുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ പിന്നെയും ഈ എമൗണ്ട് പോവില്ലേ. ബട്ട് എനിവേസ് എനിക്ക് എന്തായാലും ചെയ്യണം എന്നുണ്ടായിരുന്നു. നെറ്റ് വേണം, അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. സോ ഒന്ന് ചെയ്ത് നോക്കാന്ന് തോന്നി. അപ്പൊ നെറ്റിൽ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഐഫറിൽ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ ഓഫീസ് സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യുന്നത് മുതൽ എനിക്ക് ഭയങ്കര സയന മാം അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അവർ വളരെ നീറ്റായിട്ട് എല്ലാം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ എല്ലാം വളരെ സ്പീഡായിരുന്നു അവരുടെ നമ്മളൊരു പേയ്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ അതിന് മുന്നേയും എല്ലാം അവരുടെ ഫീഡ്ബാക്സും കാര്യങ്ങളും അവർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ദെൻ പേയ്മെന്റ് കഴിഞ്ഞു അപ്പോഴേക്കന്നെ വളരെ സ്പോണ്ടേനിയസ്, എവറിഥിങ് വാസ് സോ ക്വിക്ക്. ബിക്കോസ് അപ്പോഴേക്ക് തന്നെ എനിക്ക് ആപ്പിലേക്ക് കയറാൻ പറ്റി. ആപ്പ് കയറിയിട്ട് ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് അത് വളരെ ഫ്രണ്ട്ലി ആണ്. ഒരു കമ്പ്യൂട്ടർ നോളജ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ പേഴ്സണിനെ പോലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഹാപ്പി ആയി. ബിക്കോസ് ലൈവ് ലൈവ് സെഷൻസ് എല്ലാം എനിക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. ഏത് ടൈമിലായാലും എനിക്ക് അത് ഓക്കെ ആവണമെന്നില്ല. ബിക്കോസ് എന്റെ മകന്റെയും വേറെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും എനിക്കൊരു പെർട്ടിക്കുലർ ടൈമിലല്ല ഞാൻ ഫ്രീ ആവുന്നത്. ഓരോ ദിവസവും ഓരോ ടൈമിലാണ് അത് ഫ്രീ ആവുന്നത്. അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ക്ലാസ്സസ് മാത്രമാണ് എനിക്ക് പോസിബിൾ ആയിട്ടുള്ളത് അപ്പോഴ്. അപ്പൊ ഞാൻ വിചാരിച്ചു റെക്കോർഡഡ് ക്ലാസ്, പിന്നെയും എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് ആകുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലൈവ് ക്ലാസ്സസ് ആണ്, ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ആ ടീച്ചറിന്റെ അടുത്ത് ഡയറക്ട്ലി ചോദിക്കാമല്ലോ. ബട്ട് അങ്ങനെ ഒരു ടെൻഷൻ ഐഫറിന്റെ കേസിൽ ഉണ്ടായില്ല. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ മെന്ററിനോട് ചോദിക്കാം. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് PPTയുടെ റഷീദ മാം ആയിരുന്നു. ഷി വാസ് വെരി സപ്പോർട്ടീവ്, ലൈക്ക് എ ഫ്രണ്ട് പോലെയാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പം മാം. എനിക്ക് എങ്ങനെയാണ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്, ലൈക്ക് എ ഫാമിലി ഒരു ബെസ്റ്റി അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്. ഓൾവേസ് ഷീ ഈസ് സപ്പോർട്ടീവ്. എപ്പോഴും വിളിച്ചാലും എന്തിനും ഒരു വളരെ സപ്പോർട്ടീവായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ മാം എപ്പോഴും ചോദിച്ചാലും ഡൗട്ട് പറഞ്ഞുതരും. ഇനി അഥവാ മാമിനിപ്പോൾ ചില പോർഷൻസ് ഇപ്പോൾ മാം പറയും ഞാൻ ആ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ സബ്ജക്റ്റിന്റെ പെർട്ടിക്കുലർ ടീച്ചറിന്റെ വോയിസ് നോട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരായിരുന്നു. അപ്പോൾ ഓക്കെ ക്ലിയർ ആയിരിക്കും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ ക്ലിയർ ആയോ, ഇനി എക്സ്പ്ലനേഷൻ വേണോ? നമ്മൾ ക്ലിയർ ആയി എന്ന് പറയണവർ അത് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ഒരു എക്സ്പ്ലനേഷനിൽ തന്നെ ക്ലിയർ ആവും. ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ തന്നെയാണ്. ബിക്കോസ് ക്ലാസ്സസ് ഒക്കെ വളരെ നല്ലതായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. വളരെ നീറ്റ് ആയിട്ടായിരുന്നു എടുക്കുന്നത്. നന്നായിട്ട് കൺസെപ്റ്റ്സ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ഒക്കെയാണ്. അതൊക്കെ അവരുടെ ഒരു വോയിസ് നോട്ട്സിൽ പിന്നെയും അത് ക്ലിയർ ആവും. സോ അങ്ങനെ ഒരു പ്രശ്നമേ വന്നില്ല ഒരു ഡൗട്ട്സിന്റെ. എനിക്ക് അതായിരുന്നു റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഡൗട്ട്സ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഇത് നെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു ലോങ് ജേർണിയാണ്. അപ്പോൾ നമ്മളിപ്പോ ഈ ഫസ്റ്റ് ഡേ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. ആപ്പ് കിട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്തവിടെ നമ്മളിപ്പോ തകർക്കും, ഭയങ്കര നന്നായിട്ട് ചെയ്യണം അങ്ങനെ. ബട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞു, 2 വീക്സ് കഴിയുമ്പോൾ, ഓരോ വീക്ക് കഴിയുമ്പോഴും നമ്മൾക്ക് അത്ര അധികം ആ ഒരു മോട്ടിവേഷൻ സ്റ്റൈൽ അത് തന്നെ ആ 100% ബാറ്ററി ഫുൾ ആയിട്ട് നിൽക്കണമെന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പല ഇഷ്യൂസും വരാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആ ഒരു എനർജി ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ സ്റ്റിൽ കീപ്പ് ഓൺ ട്രാക്ക് ആക്കുന്നത് നമ്മുടെ മെന്റേഴ്സ് തന്നെയാണ്. അതിപ്പോ റഷീദ മാമിന്റെ ഫുള്ളാണ്. ബിക്കോസ് ഞാൻ ഡൗൺ ആകുമ്പോഴേ അല്ലെ നമ്മൾ അതിൽ എപ്പോഴും നമുക്ക് ഡെയിലി ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ മെഗാ മോക്ക് ടെസ്റ്റ് ഓർ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അപ്പൊ അവർ കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്യാറുണ്ട് നമ്മളെ അറ്റൻഡൻസ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളോട് ചോദിക്കും, അതെന്താ അറ്റൻഡ് ചെയ്യണമെന്ന് ആദ്യമേ പറയും. ഇന്നുണ്ട് ടെസ്റ്റ് ഉണ്ട്, അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 2 days എന്താണ് സൺഡേ മെഗാ മോക്ക് ടെസ്റ്റ് ആണ്, എന്തായാലും ചെയ്യണം എന്ന് ഫ്രീക്വന്റ് ആയിട്ട് പറയുമായിരുന്നു. ഇൻ കേസ് അല്ലെങ്കിൽ
നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന്. ഞാനത് മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, ഡെയിലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും ഒക്കെ. അപ്പൊ എനിക്കത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ബിക്കോസ് ആദ്യമൊക്കെ ഡെയിലി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ അത്ര സ്കോർ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ എനിക്കൊരു കുറച്ചൊരു ഒരു ഡൗൺ ആവുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ അത് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് വെക്കും. പിന്നെ ആ ചാപ്റ്റേഴ്സിന്റെ തിയറി ക്ലാസ്സസ് ഒക്കെ കേട്ടതിന് ശേഷം അപ്പൊ നമ്മളെടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഓരോ ഡെയിലി ടെസ്റ്റിലും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പിന്നെ ഈ യൂണിറ്റ് പഠിച്ചതിന് ശേഷം ഞാനൊന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ ഈ യൂണിറ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോകുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. ബിക്കോസ് ആ യൂണിറ്റ് നമ്മൾ എത്രമാത്രം പഠിച്ചു, ഇനി ഏത് ഏരിയയിലാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്, കുറച്ചുകൂടി നോക്കാനുണ്ടെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുമായിരുന്നു. പക്ഷെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ലൈവ് ക്ലാസ്സസ് ഇസ് ഗുഡ്. അപ്പൊ ഇനി അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് ലൈവ് ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. ബിക്കോസ് ബട്ട് അങ്ങനെ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ആർക്കും നെറ്റ് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ബിക്കോസ് ലൈവ് ക്ലാസ്സസ് 99% റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം കേട്ടിട്ടാണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്. ബട്ട് എന്നോട് ഇപ്പൊ ലൈവ് ക്ലാസ് ആണോ റെക്കോർഡഡ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ലൈവ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ലൈവ് ക്ലാസ്സസ് ആകുമ്പോൾ നമ്മുടെ മെന്റേഴ്സ് കറക്റ്റ് പറയും ഇന്ന ക്ലാസ് ഉണ്ട്, ലൈവ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇപ്പോൾ 1 or 2 hours ഒക്കെയാണ് ഒരു ലൈവ് ക്ലാസ്സസ് വരുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 1 hour ക്ലാസ് കേൾക്കുമ്പോഴോ 2 hours ക്ലാസ് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമ്മൾ പോസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബട്ട് ലൈവ് ക്ലാസ്സസ് ആകുമ്പോൾ അതിന് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് ചാൻസ്. എങ്കിലും നമ്മൾ പോകും, ലൈവ് ആണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോവാം, ഓപ്ഷൻ ഉണ്ട്. ബട്ട് എന്നാലും അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് നമ്മൾ അപ്പോൾ റെക്കോർഡഡ് ആകുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് തന്നെ ഒരു ഇത് വേണം. ബിക്കോസ് നമ്മൾ പോയാൽ ഇത്ര ടൈമിൽ നമ്മൾ തിരിച്ചിട്ട് വരും, ഇന്നും ഇത് തന്നെ ചെയ്യണം, ഇനിയും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും, ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് കണ്ടിട്ട് കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്തവർക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ കംബാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ഷുഡ് ഗോ വിത്ത് ദ ലൈവ് ക്ലാസ്സസ്. പിന്നെ നമുക്ക് വ്യക്തമായിട്ട് ഒരു പ്ലാൻ വേണം. ഇന്ന മന്തിനുള്ളിൽ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും ഡെയിലി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നാളത്തെ എൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ്, അതിപ്പോൾ സ്റ്റഡീസ് മാത്രമല്ല വാട്ട് എവർ എന്തൊക്കെയാണെങ്കിലും എൻ്റെ ലൈഫിലുള്ള, ഇപ്പൊ എൻ്റെ മകന്റെ കാര്യമായാലും എൻ്റെ പേഴ്സണൽ ആയാലും എൻ്റെ സ്റ്റഡീസോ വാട്ട് എവർ, ഞാൻ തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, മൈ ഡ്യൂ ലിസ്റ്റ്. അതെപ്പോഴും ഞാൻ എൻ്റെ ഫോണിലെ നോട്ട്സിൽ ഞാൻ ഡ്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യും. അത് എവറി നൈറ്റ് ഞാനത് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ നാളെ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്, ചിലപ്പോൾ 10, 12, 15 കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ എല്ലാം ഒന്നും എനിക്ക് എപ്പോഴും 100% ആ 15 കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് എനിക്ക് 80 to 90% എനിക്ക് പറ്റാറുണ്ട്. അപ്പൊ എന്റെ ബാഡ് ഡേയ്സിൽ എനിക്ക് 100% 80 90 പറ്റാറില്ല. ബട്ട് ഒരു ബാഡ് ഡേ നമ്മൾ ഈ നോട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് സാഡ് ആയിട്ട് അങ്ങനെ കളയും. അതേസമയം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുമില്ല ഒരു 50% എങ്കിലും എന്തായാലും ഞാൻ അച്ചീവ് ചെയ്യാറുണ്ട്. സോ അപ്പൊ എനിക്കൊരു ഡേ നമുക്കൊരു ക്വാളിറ്റി ഉള്ളതാക്കാൻ, ഒരു ഡേ ഒരു വർത്ത് ആക്കാൻ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു മന്തിൽ ഇത്ര യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഇന്ന പോർഷൻസ് ഒക്കെ വേണം. അതിനനുസരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു. എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത എല്ലാം എപ്പോഴും നടക്കാറില്ല. ചിലപ്പോൾ മകൻ അസുഖം വരുമ്പോൾ അവന്റെ കൂടെ നിൽക്കേണ്ടി വരും, ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്, എന്റെ ഹെൽത്ത് ഇഷ്യൂസും വേറെയും കുറെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്ന് നമ്മുടെ വേഴ്സ്റ്റ് ഡേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ലൈഫിൽ. അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു, ഒത്തിരി ഡേയ്സ് അങ്ങനെ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാതെ കിടക്കേണ്ടി വന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്തത് ഐഫ്ര തന്നെയാണ്. ബിക്കോസ് എന്റെ കയ്യിൽ നിന്ന് മൊത്തമായി പോയി, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്ന സമയത്തും ഞാനിപ്പോ എന്റെ മെന്ററിന്റെ അടുത്താണ് പറഞ്ഞത്. ആ സമയത്താണ് എനിക്ക് മെന്റർ മിത്രയോട് പറഞ്ഞിട്ട്, മിത്ര എനിക്ക് ഐഫറിന്റെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നസ്രിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി. അപ്പോൾ അവരാണ് പിന്നെ അവരുടെ അടുത്ത് എനിക്ക് ഒരുപാട് വിഷമം എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ പേരൻസിനോടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ ആരോടും പറയാത്തത്, നമ്മളും ദൈവവും മാത്രം അറിയുന്ന കുറച്ച് സീക്രട്സ് നമ്മുടെ ലൈഫിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പേരൻസിനോട് പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അവർ വിഷമിക്കും, അല്ലാതെ അവരെന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് അറിയാം. അവരെന്ത് ചെയ്താലും എൻ്റെ കൂടെ സപ്പോർട്ടാണ്. ഇന്ന് എൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്ന പേരൻസ് ആണ് ലക്കിലി. അങ്ങനെയുള്ള ബ്രദേഴ്സും ആണ് എനിക്ക്. പക്ഷെ ഞാൻ പലതും അവരോട് പറയാത്തത് അവരോട് വിഷമിക്കും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ എന്റെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ തന്നെ അത് സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. എൻ്റെ അടുത്ത് തീരെ പറ്റുന്നില്ലെങ്കിലേ അതൊരു തേർഡ് പേഴ്സണിന് കൊടുക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോഴ് അത് എന്നെക്കൊണ്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ സ്ലീപ്പിംഗ് ഒക്കെ ഡിസ്റ്റർബ്ഡ് ആയി. എപ്പോഴും ഞാനത് പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴും തോട്ട്സ് ഒക്കെ സ്കാറ്റേർഡ് ആയി പോകണം. എനിക്ക് എത്ര ടൈം ഇരുന്നാലും ഒരു സെന്റൻസ് പോലും എനിക്ക് റീഡ് ചെയ്യാനോ വായിക്കുന്ന ലെറ്റേഴ്സ് ഒന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എനിക്കറിയാം അത് ഞാൻ ഇത്രയും ഇയർ ഗ്യാപ്പ് വന്നത് കൊണ്ടൊന്നും അല്ലെന്ന്. ബിക്കോസ് ഞാൻ ആ ഇയർ ഗ്യാപ്പിന്റെ സമയത്തും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നെ.
ബട്ട് അത് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് ആയിരുന്നില്ലെന്ന് മാത്രം, വേറെ ഇംഗ്ലീഷിന്റെ ആയിരുന്നു. ബട്ട് എന്നാലും എനിക്ക് അതല്ല എന്റെ പ്രശ്നമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്റെ ഒരു ഇമോഷനിലുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്റെ ഒരു ഫാമിലി ലൈഫിലെ ഇഷ്യൂസ് ആണ് എന്നെ ഇങ്ങനെ സഫർ ചെയ്യിക്കുന്നതെന്ന് എനിക്കറിയാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ഒരു തേർഡ് പേഴ്സൺ വേണം. ബിക്കോസ് അത് ഞാൻ വളരെ അത് റിയലൈസ് ചെയ്തത് എപ്പോഴാന്ന് വെച്ചാൽ, എനിക്ക് ഒരു ദിവസം കിടന്നു, ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാൻ കിടന്നപ്പോ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. ബട്ട് നമ്മൾ ഉറങ്ങാൻ കണ്ണ് ചിമ്മുന്നു, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റണില്ല. ആ ഒരു പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കിടന്ന് അവസാനം നോക്കുമ്പോൾ ബെഡ്റൂമിൽ മുഴുവൻ വെളിച്ചം വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി രാവിലെയായി. അപ്പൊ എനിക്ക് തോന്നി ഇറ്റ്സ് ഓക്കെ. ഞാൻ ശിവരാത്രി ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു ദിവസം ഉറങ്ങാതിരിക്കല്ലോ, ഇറ്റ്സ് ഓക്കെ, അത് നോർമൽ അല്ലേ, കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ഉറങ്ങാം. അപ്പൊ ഉച്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പിറ്റേ ദിവസം സെയിം സാധനം. അപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഇപ്പൊ എനിക്ക് തോന്നി സംതിങ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറയാൻ പറ്റാത്തത്ര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഐ നീഡ് എ തേർഡ് പേഴ്സൺ ടു സപ്പോർട്ട് മീ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു, ഫ്രണ്ടിന്റെ എന്റെ കൂടെ മുന്നേ പഠിച്ചത്. അപ്പൊ അവളൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അവളെയാണ് ഞാൻ വിളിച്ചത്. അന്ന് നൈറ്റ് ഞാൻ അവളെ വിളിച്ച് എന്റെ അടുത്ത് ആരോടും പറയാത്ത കുറെ കാര്യങ്ങൾ അവള് വിളിച്ച് കുറെ കരഞ്ഞു, പ്രശ്നം. അവള് എബ്രോഡ് ആയിരുന്നു, അവള് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ അവള് പറഞ്ഞു അവള് ഫ്രീ ആവണത് നൈറ്റിലാണ്, ടൈമിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അതിനുശേഷം കുറെ വിളിച്ച് കരഞ്ഞൊരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഐഫറിലേക്കും എനിക്കൊരു മെന്ററിനെ കിട്ടി, മീൻസ് ഒരു സൈക്കോളജിസ്റ്റിനെ കിട്ടി, നെസ്രിൻ. പിന്നെ എന്നെ നെസ്രിൻ ആണ് ഹെൽപ്പ് ചെയ്തത്. ബിക്കോസ് അവള് കുറച്ച്, എന്റെ ഫ്രണ്ട് കുറച്ച് ഹെൽപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നും അത് എന്റെ ഫ്രണ്ട് അല്ലേ, അപ്പൊ എന്റെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവള് പറഞ്ഞു തരില്ലല്ലോ ആ ബുദ്ധിമുട്ട്, ബിക്കോസ് ഷീ ഈസ് മൈ ഫ്രണ്ട്. സോ അതുകൊണ്ട് അവൾ എന്റെ മിസ്റ്റേക്സ് പറയില്ല, അവരുടെ ഒപ്പനന്റിന്റെ മിസ്റ്റേക്ക് ആണ് അവൾ കൂടുതൽ പറഞ്ഞു തരാന്ന് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നി വേറൊരാള്, എന്നെ ഒട്ടും അറിയാത്ത, അല്ലെങ്കിൽ എന്റെ ഒപ്പനന്റിന്റെ, എന്റെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും അറിയാത്ത ഒരാൾ വേണം. അപ്പോഴല്ലേ അവർക്ക് ന്യൂട്രൽ ആയിട്ട് പറയാൻ പറ്റും. എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ്. ബിക്കോസ് ഞാൻ അതാണ് കുറെ നാളായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ ഹാവ് സം ഇഷ്യൂസ്. സോ എനിക്ക് അതെങ്ങനെയെങ്കിലും മാറ്റണം. ഐ വോണ്ട് ദിസ് ബ്യൂട്ടിഫുൾ ലൈഫ്. ബിക്കോസ് ഞാൻ ഇപ്പോഴുള്ള ലൈഫിൽ ഞാൻ ഹാപ്പി അല്ല. മീൻസ് എന്റെ പാരന്റ്സിന്റെ കൂടെ ഹാപ്പി അല്ലെന്നല്ല, അവിടെയും എന്റെ മകന്റെ കൂടെ അങ്ങനെയല്ല. ബട്ട് എന്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്ക് ഇതിലും കൂടുതൽ ഞാൻ ഡിസേർവ് ചെയ്തുകൊണ്ട് ഐ ഹാവ് ദ ക്യാപ്പബിലിറ്റി ടു ഡു സംതിങ്, അങ്ങനെ എപ്പോഴും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇത് മാറ്റണം. അത് വേറെ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കി തരുമെന്നല്ലല്ലോ, നമ്മൾ സ്വയം മാറ്റണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ അങ്ങനെയാണ് നസ്രീൻ അപ്പൊ ഹെൽപ്പ് ചെയ്തത്. നസ്രിന്റെ അടുത്ത് ഐഫറിന്റെ ആയിരുന്നു, ഐഫറിന്റെ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു നസ്രിൻ. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ആ വ്യക്തി ഇതുവരെ കണ്ടിട്ടില്ല, അവരെ വോയിസിലൂടെ മാത്രം, ഫോണിലൂടെ മാത്രമേ ഞാൻ അറിയുള്ളൂ. അപ്പൊ നസ്രിൻ പറഞ്ഞു തന്ന ഓരോ സ്റ്റെപ്പ്, അതിലൂടെയാണ് ഞാൻ ശരിക്കും മാറിയത്. അതിനുശേഷമാണ് എനിക്ക് ഐഫന്റെ ക്ലാസ്സസ് ശരിയായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഐഫന്റെ ക്ലാസ് ഒക്കെ വളരെ നല്ലതാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, ഡെയിലി ടെസ്റ്റ്, എവറിഥിങ് വാസ് ഗുഡ്. ബട്ട് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് 100% പറ്റിയിട്ടില്ലെങ്കിൽ, ഇത് എത്ര വലിയ ടീച്ചർ എടുത്തു കഴിഞ്ഞാലും ഒരു സ്റ്റുഡന്റിന്റെ ആ ഒരു അറ്റൻഷൻ, അവരുടെ ഫോക്കസ് ഇല്ലെങ്കിൽ അവിടെ റിസൾട്ട് ഉണ്ടാവില്ല. ബിക്കോസ് ഇത് രണ്ടുപേരുടെയും ഒരുമിച്ച് കൊടുക്കേണ്ട ഒരു പ്രോസസ്സാണ്, രണ്ടുപേരും ഒന്നിച്ച് ചെയ്യേണ്ട ഒരു ജേർണിയാണ്. അതിൽ ഒരാൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ കൊടുക്കേണ്ട എഫേർട്ട് അത് ഞാൻ തന്നെ കൊടുക്കണമല്ലോ, അത് എത്ര നാൾ ഞാൻ കൊടുത്തിരുന്നില്ല. അപ്പൊ നസ്രിൻ എന്നെ ഹെൽപ്പ് ചെയ്തതിന് ശേഷമാണ് എനിക്കത് പറ്റിയത്. അപ്പൊ നസ്രിൻ അപ്പൊ പറഞ്ഞു തന്നു, അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു പേഴ്സൺ അല്ല, യു ഹാവ് സോ മെനി ക്വാളിറ്റീസ്. എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഉണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെന്ന് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ച ആളാണ് നസ്രിൻ. പിന്നെ എന്റെ എപ്പോഴൊക്കെ എനിക്ക് എപ്പോഴും വലിയ ബിഗ് ഡ്രീംസ് ആയിരുന്നു. ഇപ്പൊ എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഇൻലോസ് ഒക്കെ, എന്തിനാണ് സ്ത്രീകൾക്ക് ഇത്ര വലിയ ഡ്രീം എന്ന്. ബിക്കോസ് അത് ചെറിയ സ്കൂളിലൊക്കെ, ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ മകന്റെ സ്കൂളിൽ അവനൊരു അഡ്മിഷൻ എടുത്തപ്പോ, അവനൊരു ജെം ഇന്റർനാഷണൽ സ്കൂളിലാണ് എന്റെ മകൻ വർക്ക് ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ടീച്ചേഴ്സ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും. സോ അപ്പോൾ അതൊരു മോശം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല ഞാൻ അവിടെ വർക്ക് ചെയ്യാതിരുന്നത്. ബിക്കോസ് എനിക്ക് കുറച്ചുകൂടി വലിയ സ്വപ്നങ്ങളായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇൻലോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് അത്ര വലിയ സ്വപ്നങ്ങൾ, ചെറിയ രീതിയിൽ അതൊക്കെ പോരെ, ഒരു സ്ത്രീക്ക് വേറെ എന്താണ് വേണ്ടത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി വലുതായിരുന്നു എന്റെ സ്വപ്നങ്ങൾ, അന്നും ഇന്നും എന്നും. അതിനെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഞാനത് ഒന്നാലും ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അത് ആ ജോബ് മോശമായിട്ടല്ല ഒരിക്കലും ഞാൻ ചെയ്യാതിരുന്നത്. ബിക്കോസ് അതിൽ തന്നെ ആയിപ്പോകും. പിന്നെ ആ ഒരു ചെറിയ ജോബിൽ നിന്ന് സ്റ്റക്ക് ഓൺ ചെയ്തിട്ട് അങ്ങനെ പോവാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. പിന്നെ അതും ഇതും പാരലലി കൊണ്ടുപോകാനും മകന്റെ സ്റ്റഡീസും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് എബ്രോഡ് നിന്നുകൊണ്ട് തന്നെ മകൻ ഫുൾ ഇംഗ്ലീഷിലായിരുന്നു സംസാരിക്കുന്നത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് മലയാളം അറിയില്ല, ലാംഗ്വേജ് അറിയില്ല. അവന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ ശരിയായ ഒരു നാറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ ഇംഗ്ലീഷാണ്. നമ്മുടെ പോലെയുമല്ല, കുറച്ച് ഇതാണ്, ഡിഫറെന്റ് ആണ്. അത് ഇവരുടെ സ്കൂളിലായാലും വലിയവർക്ക് മനസ്സിലാവണമെന്നില്ല. അവനും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വന്നപ്പോൾ. എനിക്ക് അവനൊരു സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. പിന്നെ അവൻ വളരെയധികം ഒന്ന് അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയല്ല, ഒന്ന് ഓടി ചാടി നടന്ന്
അങ്ങനെയൊക്കെ കുറെ കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ ഒരുപാട് എന്നെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു അവൻ നന്നായിട്ട് പഠിക്കും നല്ല കുട്ടിയൊക്കെ തരുന്നുണ്ട്. ബട്ട് എന്നാലും ഞാൻ പറയാം അത് അടങ്ങിയിരിക്കാത്ത കുറച്ച് കംപ്ലൈന്റ്സ് ഒക്കെ വരും. അപ്പൊ ആസ് എ പേരൻറ്സ് എനിക്ക് അതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ജോബല്ല, എന്റെ ഹെൽത്ത് ഇഷ്യൂസ്, മകന്റെ പ്രശ്നങ്ങൾ, എന്റെ ഫാമിലി ഇഷ്യൂസ് എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോയിക്കായിരുന്നു. അപ്പോ എല്ലാം കൂടി എന്നെ വീണ്ടും ഒന്ന് എല്ലാം ഓർഗനൈസ് ചെയ്ത് ദിസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്, യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് എന്ന് അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്നത് ഐഫറാണ്. അപ്പോൾ അതിനുശേഷം അപ്പൊ നസ്രീനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കാൻ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് നസ്രീനാണ് കേട്ടോ. ബട്ട് അതിന് മുന്നേയും ഞാൻ ചെയ്തിരുന്നു. ബട്ട് അത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമല്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ്, ഒരു ബിഗ് ഡേയ്സ് ഒക്കെ, മകന്റെ ബർത്ത്ഡേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ, പാർട്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഫുൾ ഓർഗനൈസ് ചെയ്യും ഞാൻ ആദ്യമേ. അതിന്റെ പേര് ഇങ്ങനെ വളരെ വലിയ കാര്യമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഡെയിലി ചെയ്യാറില്ല. ബട്ട് എന്തെങ്കിലും ഒരു ഇവന്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കത് ഫുള്ളി ഓർഗനൈസ് ചെയ്യണം. മകന്റെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാറ്. അവന്റെ കേക്ക് തൊട്ട് പാർട്ടി അറേഞ്ച്മെന്റ്സും ഡെക്കറേഷൻസ് എവറിഥിങ് ഐ ഡിഡ് മൈസെൽഫ്, കുക്കിംഗ് എല്ലാം. അപ്പൊ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഓർഗനൈസ് ചെയ്ത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് എപ്പം ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ടൈമിനുള്ളിൽ ഇത്ര ഇത്ര ചെയ്ത്, അപ്പോഴാണ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നസ്രിൻ ഹെൽപ്പ് ചെയ്തതിനു ശേഷമാണ് ഞാൻ എവറി ഡേ അത് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ പണ്ടെപ്പോഴോ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ചെയ്യാറില്ല. ബട്ട് ഇപ്പോഴും അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നസ്രിൻ പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസ്. പണ്ട് യോഗയും ഡാൻസ് ക്ലാസ്സസും ഒക്കെ ഉണ്ടായിരുന്നു. മേ ബി പണ്ടും എനിക്ക് ലൈഫിൽ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ മേ ബി ഈ ഡാൻസ് ക്ലാസ്സസും യോഗാസ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഈ 3 years ആയിട്ട് എനിക്ക് ഡാൻസ് ക്ലാസ്സസ് അല്ല, യോഗ ഇല്ല, നത്തിങ്. ആഫ്റ്റർ മാരേജ് ഡാൻസ് അല്ല, പിന്നെ യോഗയും ഇല്ല. ബട്ട് ഞാൻ എക്സസൈസ് എപ്പോഴും ചെയ്യാറുന്നു. നാട്ടിൽ വന്നു എക്സസൈസും ചെയ്യാറില്ല. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ബോഡി മാറി. ബിക്കോസ് ചെറുപ്പം മുതലേ ഐ എം എ ക്ലബ് ട്രെയിൻ ക്ലാസിക്കൽ ഡാൻസർ. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ വല്ലാതെ വണ്ണം വെക്കുന്നു, നമ്മളെ കാണാൻ നമ്മൾ എന്തൊക്കെയോ ആവുന്നു, അതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കില്ലേ? നമ്മൾ വല്ലാതെ വെയിറ്റ് കൂടുന്നു, നമ്മൾ കാണാൻ നന്നാവുന്നില്ല, നമ്മുടെ കയ്യിൽ ജോബില്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നമ്മുടെ കയ്യിലുള്ള ഇംഗ്ലീഷിന്റെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ഇന്റർനാഷണലി പോയി കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് ഒരു വാലിഡിറ്റിയും ഇല്ല. നാട്ടിൽ അവിടെ പോകുമ്പോൾ നമ്മൾ നല്ല ആക്സന്റിൽ പറയണം. അത് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്താൽ എല്ലാവരും ശരിക്കും, അവർക്കാർക്കും അത് വേണ്ട. ഇവിടെ വേണ്ടത് ഇന്ത്യൻ ആക്സന്റ് ആണ്. സോ എവറിത്തിങ് ഈസ് ഡിഫറെന്റ്. അപ്പോൾ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. എന്താണ് നെക്സ്റ്റ് വേണ്ടത് ഇതൊന്നും അറിയാത്തപ്പോ അപ്പോഴാണ് ഈ ഐഫറുടെ UGC നെറ്റ് എന്ന് പറഞ്ഞിട്ടും. പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നെറ്റ് ജൂണിൽ ട്രാക്ക് ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. അപ്പോഴും ഡിസംബറിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇവർ പറയും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് 2 monthsനുള്ളിലായിരുന്നു എക്സാം. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം എഴുതിയ പാടെ തന്നെ ക്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഡ്രീം ആയിരുന്നു. ബട്ട് ആ സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു, എന്റെ മെന്റേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിപ്പം കുറച്ച് പോർഷൻ ആയിരിക്കും, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ, ജൂണിലേക്ക് തന്നെ ആയിരിക്കും റിയൽ എക്സാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ്. അപ്പോൾ ഡിസംബർ എക്സാമിന് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഐ എം സോ ഹാപ്പി. ബിക്കോസ് എനിക്കറിയാം ഞാൻ ആകെ 3 or 4 യൂണിറ്റ്സ് 20 യൂണിറ്റ്സിന്റെ 3 or 4 യൂണിറ്റ്സ് അത്രയും ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്തായാലും നെറ്റ് കിട്ടാൻ പോണില്ല. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിനാണ്, എന്താണെന്ന് നോക്കാം. അതുകൊണ്ട് വളരെ കൂളായിരുന്നു. ജൂൺ എക്സാമിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഉറങ്ങാൻ പോലും മര്യാദയ്ക്ക് പറ്റാതെ ഇരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് എക്സാമിന്റെ തലേന്നൊക്കെ എഴുന്നേക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഓരോ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സാം ഹാളിൽ ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം പിന്നെ 4 മണിയൊക്കെ ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ഗ്രാഫിക്സിന്റെ കുറച്ച് പോർഷൻസ് പഠിച്ചു. ആക്ച്വലി അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആ എക്സാമിന് ഉണ്ടായിരുന്നു. ഐഫർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് അത്രയും ഇയർ ഗ്യാപ്പ് എനിക്ക് വന്നല്ലോ. അതിനുശേഷം ഈ പോർഷൻസ് നമ്മള് പഠിക്കുമ്പോൾ ഇത്രയധികം ഡീപ്പായിട്ടൊന്നും പല അൽഗോരിതംസും ക്വരീസും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒത്തിരിയാണ്. നമ്മൾ പഠിച്ച പോർഷൻസ് വളരെ ഡീപ്പായിട്ടാണ് ഓരോന്നും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് അത് പറ്റിയത് ഐഫറിലൂടെ തന്നെയാണ്. ഡെഫിനറ്റ്ലി അതിലൊരു സംശയമില്ല. അല്ലെങ്കിലും ഞാൻ ക്രാക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലപ്പം ക്രാക്ക് ചെയ്യായിരിക്കും. ബട്ട് അത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് പറ്റത്തില്ല. മേ ബി ഇയേഴ്സ് ഒക്കെ എടുക്കും. ബട്ട് എൻ്റെ ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു തന്നത്, ഇനിയും എനിക്ക് സ്വപ്നം കാണാൻ പറ്റും, ഇനിയും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആ ഒരു പഴയ ഞാനാക്കി മാറ്റിയത് ഐഫറാണ്. സോ അതില് ഐഫറിനോട് തന്നെയാണ് താങ്ക്സ് ഉള്ളത്. ഐഫറിലെ ഓരോരോ മെമ്പേഴ്സിനോട്, എൻ്റെ ടീച്ചേഴ്സ്, എസ്പെഷ്യലി എനിക്ക് എൻ്റെ മെന്ററിനോടാണ് ഞാൻ ഒത്തിരി കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതും ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളതും, റഷീദ മാമിനോട്. സോ പേഴ്സണലി അടുപ്പം അതാണ്. ബിക്കോസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെ കീപ്പ് ഓൺ ട്രാക്ക് ആവാൻ ഹെൽപ്പ് ചെയ്തത് മെന്ററാണ്. സോ അതുകൊണ്ട് മാമിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ബട്ട് അതിലുള്ള വർക്ക് ചെയ്ത ഓരോരുത്തരും ഡെഫിനറ്റ്ലി നല്ലൊരു നമുക്ക് വളരെ സപ്പോർട്ടീവ് തന്നെയാണ്. എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് നേടിയത്. ബട്ട് നമ്മൾ
പേഴ്സണലി എപ്പോഴും കോണ്ടാക്ട് ഉള്ളത് ഋഷിത മാമിനോട് ആയതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുതൽ കുറച്ചധികം ഉണ്ട്. പിന്നെ അനീസ് സാറിനെ പറ്റി പറയുന്നത് ഇന്നാണ് ആദ്യമായിട്ട് സാറിനെ കണ്ടത്. ഇപ്പൊ സ്റ്റേജിലിരിക്കുമ്പോ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, കുറെ നാളായിട്ട് ഇങ്ങനെ കാണണം കാണണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായി. അപ്പൊ സാറ് പറഞ്ഞു എന്താ ഞാൻ വീട്ടിൽ വരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു സാറിന് എന്നൊക്കെ അറിയോ? അങ്ങനെ ഞാൻ രക്ഷിത മാമിനോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് ഞങ്ങളുടെ വീട്ടിൽ വരുമോ, എവിടെയൊക്കെ പോണ കണ്ടു. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ആയിട്ട് അമ്മ ഈ വീട്ടിൽ നമ്മുടെ പെയിന്റ് ഒക്കെ അടിച്ചു കേട്ടോ, എനിക്കിപ്പോ ജൂണിൽ നെറ്റ് കിട്ടും, അപ്പൊ എന്റെ സാറ് വീട്ടിൽ വരാം. അമ്മ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉത്സവത്തിന്റെ സമയത്ത് പെയിന്റ് ഒക്കെ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നോർമലി ഉത്സവ ടൈമിലാണ് ചെയ്യാം, ബട്ട് എല്ലാ ഇയറും ചെയ്യില്ല. നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സാറ് വരും, അപ്പൊ വീടൊന്നും ഇങ്ങനെ മോശമായി കിടന്ന പറ്റത്തില്ല, നന്നായിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ പെയിന്റ് ഒക്കെ അടിക്കണം എന്നൊക്കെ. അപ്പൊ എന്റെ അമ്മ എന്റെ അടുത്ത് കിട്ടിയപ്പോ ചോദിച്ചു എന്റെ സാറ് വരുന്നില്ല നീ പെയിന്റ് ഒക്കെ അടിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ റഷീദ മാമിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ സാർ ഇപ്പൊ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു എന്താ ഞാൻ വീട്ടിൽ വരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ സാറിന് എന്നെ അറിയാമോ, ബിക്കോസ് എത്ര എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട് സാറിന്, ഓരോ ഇയറിലും പുതിയ പുതിയ സ്റ്റുഡൻസ് വരും. അപ്പൊ സാറ് ആ പറഞ്ഞത് അറിഞ്ഞോ, സാറിന് എന്നെ അറിയാമോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിൽ പെട്ടെന്ന് കണ്ടപ്പോ. ഒരുപാട് ഇനിയിപ്പോ രക്ഷിത മാമിനെ ഞാൻ കണ്ടില്ല, കാണാൻ പോവാണ്. അവിടെ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിട്ടും ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നില്ല കുറച്ച് മാസം മുന്നേ വരെ ഞാൻ. ഇങ്ങനെ എന്നെ പഴയ ഞാനാക്കി മാറ്റിയത്. ഐ തിങ്ക് ഇപ്പൊ ഞാനൊരു 80-90% ഓൾഡ് ഞാനാണ്. കുറച്ചുകൂടെ ഒന്ന് ശരിയാവാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് പൊടി തട്ടി എടുക്കാനുണ്ട്, അപ്പോഴാണ് ഓൾ മീ ആവത്തുള്ളൂ. ബട്ട് അത് ആക്കിയത് ഐഫറാണ്. സോ വീണ്ടും എന്താ പറയാ എനിക്ക് വിങ്സ് ഒക്കെ തന്നു, ഇനി എത്ര ഹൈറ്റിൽ വേണേലും പറക്കാമെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അപ്പൊ ത്രൂ ഔട്ട് മൈ ജേർണിയിൽ എവിടെയൊക്കെ എനിക്കൊരു സക്സസ് വന്നോ, എവിടെയൊക്കെ ഒരു നല്ലൊരു ഹാപ്പിനെസ് വന്നോ അവിടെയൊക്കെ ഞാൻ ഓർക്കും ഐഫറിനെ. ഏതൊക്കെ ഇനി എനിക്ക് എത്ര വലിയ സ്റ്റേജുകൾ, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതിലും വലിയ സ്റ്റേജുകളൊക്കെ കിട്ടണം, ഇതിലും വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടണം. ഇത് വളരെ വലുതാണ് ഡെഫിനറ്റ്ലി, വളരെ വലുതാണ്. ബട്ട് ഇതിലും കുറച്ചുകൂടെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ മോഹങ്ങൾ വളരെ കൂടുതലാണ്, വളരെ വലിയ ആഗ്രഹങ്ങളാണ്. അപ്പോഴൊക്കെ ഞാൻ ഐഫറിനെ ഓർക്കും. അത് ഏതൊക്കെ സ്റ്റേജ് എനിക്ക് കിട്ടി അവിടെയൊക്കെ ഞാൻ പറയും ഐഫർ, ബിക്കോസ് ഇറ്റ്സ് മൈ സെക്കൻഡ് ലൈഫ്. ബിക്കോസ് അത് പഴയ ലൈഫ് അത് ഞാൻ വിചാരിച്ചു എൻഡ് ചെയ്യാണ്, ഇനി എനിക്ക് ഇല്ല ഒന്നും ഇല്ലെന്ന് വെച്ചത്. അത് അവിടെ നിന്നാണ് ഇതിന്റെ ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു കംബാക്ക് ആണ്. ദിസ് ഇസ് മൈ കംബാക്ക് സ്റ്റോറി, ഒരു മൈ കംബാക്ക് ആണ് ലൈഫിൽ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് പറ്റുമെന്ന്. ബിക്കോസ് അത് അത്രയധികം പേഴ്സണൽ ലൈഫിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് ഒരുപാട് പേര് ഹേർട്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഓരോരുത്തർക്കും അത് ഒരു വിഷമത്തിൽ ഞാൻ എൻ്റെ സൈക്കോളജിസ്റ്റിനോട് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യങ്ങളാണ്. സോ ബട്ട് ഐഫർ ആണ് ടോട്ടലി അത് ഹെൽപ്പ് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഐഫർ, ദ ഹോൾ എൻറ്റയർ ടീം. ബിക്കോസ് ഈ ഒരു ലൈഫ് എനിക്ക് എൻ്റെ മകനെയും കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ചില ഡിസിഷൻസ് ലൈഫിൽ എടുക്കാൻ പറ്റിയത് ഈ ഒരു നെറ്റിന് ശേഷമാണ്. ഞാൻ പല സ്ഥലത്തും നോ, അല്ലെങ്കിൽ ഇനി എനിക്കത് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, ഇനി ഞാൻ അതിന് പോസിബിൾ അല്ല, ഒരു ടോർച്ചറിങ്ങിലോ വാട്ട് എവർ ഇറ്റ് ഇസ് നോ എന്ന് പറഞ്ഞത് ഇപ്പോഴാണ്. അത് ഈ നെറ്റ് കിട്ടിയതിന് ശേഷമാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.